അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ SSC GD പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആരംഭിക്കുകയാണ്. അതിൽ മാത്സ് ടോപ്പിക്കുകൾ ഫുള്ള് കവർ ചെയ്യുന്ന പോലെയുള്ള ഒരു സീരീസാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ അതിനുവേണ്ടി ചെയ്യാം എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഓൾറെഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ കണ്ടു കാണും. അതിൽ ഡേറ്റ് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 5-ാം തീയതി മുതൽ സെപ്റ്റംബർ 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാം. 14 സെപ്റ്റംബർ അല്ല, ഒക്ടോബർ 14-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. സോ സെപ്റ്റംബർ 5 മുതൽ ഒക്ടോബർ 14 വരെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതേപോലെ ഇതിൻ്റെ എക്സാം നടക്കുക ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടായിരിക്കും. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു എക്സാം നടക്കുക. സോ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതിൽ എല്ലാ വിഷയങ്ങൾക്കുമുള്ള ക്ലാസ് ഉൾപ്പെടെയാണ് നമ്മൾ ആ ഒരു ക്ലാസ് കൊടുക്കുന്നത്. മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയുള്ള റിട്ടൺ എക്സാമിന് വേണ്ടിയുള്ള മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ലൈവ് ക്ലാസ്സസ്, അതേപോലെ റെക്കോർഡഡ് ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽസ്, അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റുകൾ. ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്നതാണ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പോകുന്നോ അത്രയധികം നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രാക്ടീസ് ടെസ്റ്റുകൾ, അതേപോലെ ലൈവ് എക്സാമുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വർഷത്തെ കോഴ്സ് വാലിഡിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇനി വരുന്ന 2 പരീക്ഷകൾ കൂടെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ആ രീതിയിലാണ്. അതായത് SSC GD ഇനി വരുന്ന അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും ഉള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ SSCയുടെ തന്നെ ഇതേ നിലവാരത്തിലുള്ള മറ്റ് ധാരാളം യൂണിഫോം കോഴ്സുകളിലേക്കുള്ള പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കോഴ്സ് മെറ്റീരിയലാണത്. അത് 2000 രൂപയാണ്, 1999 രൂപയാണ് അതിൻ്റെ ആകെ കോസ്റ്റ് പ്രൈസ്. നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഭാഗമാകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയല്ല ഈ സ്ലൈഡിൽ ഇതിങ്ങനെ കിടന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. സോ താല്പര്യമുള്ളവർ അത് ചെയ്യുക. ഇനി മാത്സ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി ഏതൊക്കെ ഫോഴ്സിലേക്കാണ് നമ്മുടെ സെലക്ഷൻ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് BSF ഉണ്ട്, അതേപോലെ CISF, CRPF, ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതുപോലെ SSB, പിന്നെന്താണ് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്, SSF, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, NCB. സോ ഈ പരീക്ഷകളിലേക്ക്, ഈ സേനകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആസാം റൈഫിൾസ്. ഓക്കെ, ഇനി ആകെ വേക്കൻസി നോക്കുമ്പോൾ നമുക്കറിയാം 39,481 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അത് മെയിൽ ഫീമെയിൽ എല്ലാം തിരിച്ചാണ് അത് അങ്ങനെ വന്നത്. സോ ആകെ 39,481 വേക്കൻസീസ് ഉണ്ട്. സോ വളരെ വലിയ ഒരു എണ്ണമാണിത്, വലിയൊരു നമ്പറാണിത്. സോ അത്രയും വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ അത് കളയാതിരിക്കുക, അത് വെറുതെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. സോ പരീക്ഷയ്ക്ക് വേണ്ടി കാര്യമായി തന്നെ പഠിച്ച് നോക്കുക. അതുപോലെ റിട്ടൺ എക്സാം മാത്രമല്ല, അതിൽ ഫിസിക്കൽ എക്സാമും ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അതിനും എല്ലാം വേണ്ടി തയ്യാറെടുത്തുകൊള്ളുക ഇപ്പോഴേ തന്നെ. ഇനിയും ഏജ് ലിമിറ്റ് നോക്കുക, 18 മുതൽ 23 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. ഇതിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷം, അതായത് 23+5 28 വയസ്സ് വരെ അവർക്ക് പറ്റും. അതുപോലെ OBC-കാർക്ക് 3 വർഷം, 23+3 26. പിന്നെ എക്സ് സർവീസ്മാൻ, അതുപോലെ ഏജ് റിലാക്സേഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 18 മുതൽ 23 വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ പറഞ്ഞിരിക്കുന്നത്. ഏജ് റിലാക്സേഷൻ അല്ല, ഏജ് 18 മുതൽ 23 വയസ്സ് വരെ. ഇനി അടുത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. നമ്മൾ ഈ 10ാം ക്ലാസ്സും ഗുസ്തി എന്നൊക്കെ പറയത്തില്ലേ, അത് വെറുതെ നമ്മൾ കളിയാക്കി പറയുന്നതല്ല. ഗുസ്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിസിക്കൽ സ്ട്രെങ്ത് കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കുറച്ച് ഫിസിക്കൽ കേപ്പബിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ അതിൽ പറയുന്ന കുറേ ഹൈറ്റ്, വെയിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ക്രൈറ്റീരിയസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ അവസാനം ഒരു മെഡിക്കൽ ടെസ്റ്റും ഒക്കെ ഉണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓക്കെ ആയിരിക്കണം. അതിൽ റിട്ടൺ എക്സാം ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ റിട്ടൺ എക്സാം നിങ്ങൾ എനിക്ക് വിട്ടേക്കും. റിട്ടൺ എക്സാമിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ക്ലാസ്സസ്, കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ ഈസി ആയിട്ട് പാസ്സാകും. ബാക്കി കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കി പ്രിപ്പയർ ചെയ്താൽ മതി. ഇതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്. ലൊക്കേഷൻ അമ്പലപ്പുഴയാണ്. വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അമ്പലപ്പുഴ വന്ന് പഠിക്കാം. ഇനി എന്താണ്, ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടേ? ssc.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്.
സോ ഈ മെഡിക്കൽ ടെസ്റ്റിന് ശേഷമാണ് അവസാനം പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അതുകൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേസ്മെൻ്റ് ആയി. സോ ഈ ഇതിൽ നമ്മളുടെ റോള് വരുന്നത് ഈ റിട്ടൺ എക്സാം എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ റിട്ടൺ എക്സാമിൻ്റെ സിലബസ് എന്താണെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറയാം. സോ ഈ റിട്ടൺ എക്സാമിന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ നേരത്തെ പറഞ്ഞ കോഴ്സിലൂടെ കൊടുക്കുക. സോ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, റിട്ടൺ എക്സാമിൻ്റെ കാര്യം. ഇനി എന്താണ് റിട്ടൺ എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ ചോദിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 80 ചോദ്യങ്ങൾ 160 മാർക്ക്. സോ ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതമാണ്. ഇനി എന്താണ്, തെറ്റിക്കഴിഞ്ഞാൽ 0.25 മാർക്ക് വെച്ച് എന്താവും, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിങ് 0.25 വെച്ചുകൊണ്ട് 60 മിനിറ്റാണ് പരീക്ഷയ്ക്ക്. 60 മിനിറ്റാണ് ആകെ, അതായത് 1 മണിക്കൂറത്തെ പരീക്ഷയാണ്. ഇനി അതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, നമുക്കിതിനെ പൊതുവെ റീസണിങ് എന്ന് വിളിക്കാം. 20 ചോദ്യങ്ങൾ 40 മാർക്ക്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, നമുക്ക് GK എന്ന് വിളിക്കാം. 20 ചോദ്യങ്ങൾ 40 മാർക്ക്. എലമെൻ്ററി മാത്തമാറ്റിക്സ്, നമുക്ക് QA അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് നമുക്ക് വിളിക്കാം. മാത്സ് എന്ന് വേണമെങ്കിലും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. 20 ചോദ്യങ്ങൾ 40 മാർക്ക്. പിന്നെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ്, അതിന് 20 ചോദ്യങ്ങൾ 20 മാർക്ക്. സോ ആകെ മൊത്തം 60 മിനിറ്റ്, 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്, 80 ചോദ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4 സെക്ഷനുകളാണുള്ളത്. റീസണിങ്, GK, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്, ഇംഗ്ലീഷ്. സോ മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ്. അപ്പോൾ ഇത്രയും സെക്ഷനുകളാണ് ഇതിനകത്തിലുണ്ടാവുക. ഇതിലെല്ലാം കൂടിയാണ് 80 ചോദ്യങ്ങൾ, 160 മാർക്ക്, 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പരീക്ഷയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നൊരു ക്ലാസ് ആയിട്ട് തന്നെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു ക്ലാസ് നമ്മൾ തുടങ്ങി വെക്കുകയാണ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഡെസിമൽസ് ഒന്നും വളരെ ആധികാരികമായിട്ടൊന്നും അങ്ങ് പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഡെസിമൽസ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഡെസിമൽസ്, മലയാളം എന്താണ്, ദശാംശ സംഖ്യകൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ആ ഡെസിമൽസിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് എന്താണ് ഡെസിമൽ? ദശാംശ രൂപത്തിൽ എഴുതുമ്പോഴാണ് നമ്മളതിനെ എന്ത് വിളിക്കുക, ഈ ഡെസിമൽസ് എന്ന് വിളിക്കുക, അല്ലേ? അപ്പോൾ എന്താണ് ഈ ദശാംശം അല്ലെങ്കിൽ ഡെസിമൽസ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്താ പറയുക, ഈ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാൽ അമ്മാത്ത് എത്തിയില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ. അതായത് 1-ൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, 2-ൽ എത്തുകയും ചെയ്തില്ല, അങ്ങനെ വരുന്ന സംഖ്യകളാണ് നമ്മൾ ഡെസിമൽസ് എന്ന് പറയുക, അല്ലേ? ഇപ്പോൾ 1-ൽ നിന്ന് പുറപ്പെട്ടു, 2-ൽ എത്തിയില്ല, എത്ര വരാം? 1.1 വരാം, 1.2 വരാം, 1.5 വരാം. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഡെസിമൽസ് എന്ന് പറയാം. ഇനി 0-ൽ നിന്ന് പുറപ്പെട്ടു, 1-ൽ എത്തിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0.1, 0.2, 0.3, അല്ലേ? ഇനി ഇത് തന്നെ പല രീതിയിൽ എഴുതാം. 0.01, 0.012 അല്ലെങ്കിൽ 0.0001. അപ്പോൾ എങ്ങനെ വേണേലും നമുക്ക് എഴുതാം. സോ ഇല്ലത്തൊന്ന് പുറപ്പെട്ടുകയും ചെയ്തു എന്നാൽ ഇവിടെ അമ്മാത് എത്തിയില്ല, ആ അവസ്ഥയാണ് എന്ത്, ഡെസിമൽസ് എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാൽ എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല, പൂർണ്ണമല്ല. അതാണ് ഡെസിമൽസ് എന്ന് പറഞ്ഞത്. കുറച്ചുണ്ട്, ഇച്ചിരുണ്ട്. നമ്മൾ എണ്ണുമ്പോൾ ഒരിക്കലും ഡെസിമൽ പറയത്തില്ല, അല്ലേ? ഒരു സംഖ്യ എണ്ണുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4 ചക്ക കിടക്കുകയാണ്. എണ്ണാൻ പറയുമ്പോൾ 1, 2, 3, 4 ഇങ്ങനെയല്ലേ എണ്ണുക. അല്ലാതെ ഇത് എണ്ണിയിട്ട് ആരെങ്കിലും 4.5 എന്ന് പറയുമോ, അല്ലെങ്കിൽ 2.5 എന്ന് പറയുമോ, അല്ലെങ്കിൽ 1.5 എന്ന് പറയുമോ? പറയത്തില്ല. അപ്പോൾ എണ്ണ ഒരിക്കലും ഡെസിമലായിട്ടും ഫ്രാക്ഷനായിട്ടും പറയത്തില്ല. പക്ഷേ ഇപ്പോൾ ലിറ്ററിൽ 2.5 ലിറ്റർ വെളിച്ചെണ്ണ, 3.5 ലിറ്റർ വെളിച്ചെണ്ണ, 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 100 ഗ്രാം വെളിച്ചെണ്ണ എന്നൊക്കെ, 50 ഗ്രാം വെളിച്ചെണ്ണ എന്നൊക്കെ നമുക്ക് പറയാം. അത് നമ്മൾ അരയിലും കാലിലും ഒക്കെ പറയും. പക്ഷേ അല്ലാത്ത സാധനങ്ങൾ എണ്ണം എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് പറയും? അതുകൊണ്ടാണ് അതിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുക. അതിനകത്തിൽ എന്ത് വരുത്തില്ല മക്കളെ? ഡെസിമൽ എന്ന് പറഞ്ഞ സാധനം വരുത്തില്ല. ഇനി നമുക്കിനി നോക്കാനുള്ളത് ഡെസിമൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭിന്നസംഖ്യകളെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ചില ഡെസിമൽസിനെയൊക്കെ നമുക്ക് ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ പറ്റും. അതൊക്കെ നമുക്ക് മുന്നോട്ട് ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ വരാം. നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം നോക്കാം. 0.008, 0.001, 0.072, 0.0072, 0.12 × 0.004. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് പല രീതിയിൽ ചെയ്യാം. ചിലർ ഈ 8-നെ 1 കൊണ്ട് ഗുണിച്ച് 72 കൊണ്ട് ഗുണിച്ച് പിന്നെ പോയിന്റ് മാറ്റി ഇടാനായിട്ട് നോക്കും. അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നമുക്കിതിനെ ഫ്രാക്ഷൻ ആക്കി ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാണ്.
അതായത് നിങ്ങൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വരുന്നുണ്ട്? 1, 2, 3. അപ്പം 8 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് 3 0. 1, 2, 3. എന്താ 3 0 ഇട്ടെ? പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമുണ്ട്. അതിൻ്റെ അർത്ഥം അതിനെ 1000 കൊണ്ട് ഹരിച്ചേക്കുന്നു എന്നാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കുക, 0.01. എന്ത് എഴുതുക? ഈ 1 എഴുതുക, ഇവിടെ ഇൻറ്റു അതുപോലെ ഇടുക, 1 എഴുതുക, ഡിവൈഡഡ് ബൈ എന്താണ്? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമല്ലേ, അപ്പോൾ ഇൻറ്റു നമുക്ക് എന്തെഴുതാം? 2 സ്ഥാനം, അപ്പോൾ 1 കഴിഞ്ഞ് 2 0 ഇൻറ്റു ഇവിടെ നോക്കിക്കേ 0.0072. എത്ര സ്ഥാനമുണ്ട്? 1, 2, 3, 4. അപ്പോൾ 72 എഴുതുക, 1 കഴിഞ്ഞ് 4 0. 1 കഴിഞ്ഞ് ഇത് 3 0 ആയുള്ളൂ, 4 0. ഓക്കെ. ഡിവൈഡഡ് ബൈ ഇതുപോലെ എഴുതാം. പിന്നെ നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ ഒരു ബ്രാക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഡിവൈഡഡ് ബൈ എന്താണ്? 0.12 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് 2 0, കാരണം 2 സ്ഥാനമാണ്, ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ എത്ര സ്ഥാനം? 1, 2, 3, 4 അല്ലേ. അപ്പോൾ 1 കഴിഞ്ഞ് 4 0, 1, 2, 3, 4. ഓക്കെ. ഇനി ഇത് ഒന്ന് നോക്കിക്കേ, ഇതെല്ലാം കൂടെ നോക്കിക്കേ. നമുക്ക് 8 ഇൻറ്റു 1 ഇൻറ്റു 72 ഡിവൈഡഡ് ബൈ ഇവിടെ ഈ 1000 ഇൻറ്റു 100 ഇൻറ്റു ഇതെത്രയാണ്? 10000. ഒന്നുമില്ല, 1 എഴുതുക. എത്ര 0 ഉണ്ട് ഇവിടെ? 3. ഇവിടെ എത്ര 0 ഉണ്ട്? 2. അപ്പോൾ 3 2 5. ഇവിടെ എത്ര 0 ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ മൊത്തം എത്ര 0ങ്ങൾ? 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിക്കേ, ഇതിനെ നമ്മൾ ഹരിച്ചാൽ എന്ത് കിട്ടും നമുക്ക്? 12 ഇൻറ്റു ഇതിനെ മാത്രം ഞാൻ ഹരിച്ച് താഴോട്ടൊന്ന് എഴുതുവാണേ, വേറൊരു കളർ എടുക്കാം. 12 ഇൻറ്റു 4 48 ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5, 6, 6 0. അപ്പോൾ 1, 1, 2, 3, 4, 5, 6 0. ഓക്കെ ആണ്. അതെ. ഇനി അപ്പോൾ ഇത് നമ്മൾ സൈഡിലോട്ട് എഴുതി വെച്ചു. സോ ഡിവൈഡഡ് ബൈ 48 ബൈ ഇത്രയും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകളെ ഹരിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ തിരിച്ചിട്ട് ഗുണിക്കണം. ഏതുകൊണ്ട്? അപ്പോൾ ഈ മുകളിൽ 1 കഴിഞ്ഞ് എത്ര 0 ഇവിടെ? 4 2 6 0. അത് നേരെ മുകളിൽ പോകും. 1, 1, 2, 3, 4, 5, 6 0 ഡിവൈഡഡ് ബൈ 48. ശരിയാണോ? 6 0 അല്ലായിരുന്നോ? 1, 2, 3, 4, 5, 6 0. അപ്പോൾ നോക്കിക്കേ, ഇത് തമ്മിൽ വെട്ടിക്കളയാലോ. ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6. ഈ 6 0. ഇവിടെ 1, 2, 3, 4, 5, 6 0. പോയില്ലേ? പോയി. ഇനി എന്താ ഉള്ളത്? നോക്കി 8. 8നെ നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്ത് കളയരുതോ? 8നെ 48 കൊണ്ട് കിട്ടുമ്പോൾ എത്ര കിട്ടും? 8ൽ 48ൽ 8 എത്ര പ്രാവശ്യമുണ്ട്? 8 6 പ്രാവശ്യം അല്ലേ. പിന്നെ എന്താണ്? പിന്നെ നമുക്ക് 6ഉം ഈ 12ഉം കൂടെ വെട്ടാം. എത്ര പ്രാവശ്യമുണ്ട്? 72 കൂടെ വെട്ടാം. 6ഉം 72 കൂടെ വെട്ടുമ്പോൾ എത്ര കിട്ടും? 12. അപ്പോൾ പിന്നെ ബാക്കി 12 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് 3 0. 1 കഴിഞ്ഞ് 1, 2, 3 0. 3 0 അല്ലേ? അതെ. 3 0 വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ 3 സ്ഥാനം വന്നപ്പോൾ അടിയിൽ 3 0 കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 12 എഴുതുക, എന്നിട്ട് പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വരണം. അതായത് ഇവിടെ ഇപ്പോൾ 2 സ്ഥാനം ഉണ്ട്, 3 വരണം. ഓൾറെഡി ഒരു 0 കൊടുക്കുക. സോ 0.012 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ? അപ്പോൾ ഇത് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറേ കഴിയുമ്പോൾ ഈ 0ൻ്റെ എണ്ണം നിങ്ങൾ സൈഡിലോട്ട് നോക്കി വെച്ചാൽ മതി. എന്നിട്ട് മുകളിൽ 6 0, താഴെ 12 0. സോ 12ൽ നിന്ന് 6 കുറച്ച് എഴുതുക. അത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതി ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ആൻസർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം. 0.125 ഇൻറ്റു 0.01 ഡിവിഷനാണ്, ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 0.005. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 0.125 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 125 ഡിവൈഡഡ് ബൈ എത്ര 0? എത്ര സ്ഥാനം പോയിന്റ് കഴിഞ്ഞിട്ട്? 3 സ്ഥാനം. അപ്പോൾ 1 കഴിഞ്ഞ് 3 0. ഓക്കെ. ഇൻറ്റു 0.01 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് 2 0 ഡിവൈഡഡ് ബൈ 0.5 പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം. സോ 5 കഴിഞ്ഞ് 5 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് 1 0 ഇൻറ്റു പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. 5 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് 3 0. ഓക്കെ.
അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര കിട്ടും? 125 ഡിവൈഡഡ് ബൈ ഇവിടെ 3 0 ഇവിടെ 2 0, അപ്പോൾ 5 0. 1 കഴിഞ്ഞ് 1 2 3 4 5 0 ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിക്കേ 5 × 5 25. ഇവിടെ 1 0 ഇവിടെ 3 0, സോ 4 0. 1 കഴിഞ്ഞ് 1 2 3 4 0. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 125 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് എത്ര 0? 1 2 3 4 5 0. 1 2 3 4 5 0 ഇൻറ്റു ഹരിക്കാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം ഇൻറ്റു. അപ്പം ഇത് മുകളിൽ പോകും. 1 2 3 4 0. 1 2 3 4 0 ഡിവൈഡഡ് ബൈ 25. ഇതൊരു 0 ഇട്ട് കളിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ 1 2 3 4 0, ഇവിടെ 1 2 3 4 0. ഓക്കെ, പിന്നെ 25 125 എത്ര പ്രാവശ്യം ഉണ്ട് മക്കളെ? 5 പ്രാവശ്യം അല്ലേ? അപ്പോൾ നമുക്ക് 5 ഡിവൈഡഡ് ബൈ 10 കിട്ടും. ഒന്നുകൂടെ ചെറുതാക്കിയാൽ 1 ഡിവൈഡഡ് ബൈ 2 എഴുതാം. അതെങ്ങനെ? 5 ൽ 5 ഒരു പ്രാവശ്യം, 10 ൽ 5 2 പ്രാവശ്യം. 1 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.5 എന്ന് നമുക്ക് എഴുതാം. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് 0.5 എന്ന ആൻസർ കിട്ടി. ഓക്കെ, സോ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. റൂട്ട് 1024 പ്ലസ് റൂട്ട് 10.24 പ്ലസ് റൂട്ട് 0.1024 വാല്യൂ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ റൂട്ട് 1024/1 എന്ന് എഴുതാമല്ലോ, അപ്പോഴല്ലേ 1024 കിട്ടുക. പ്ലസ് ഇതിനെ നമുക്ക് 1024 2 സ്ഥാനം വന്നിട്ടുണ്ട്, അപ്പോൾ ഡിവൈഡ് ബൈ 1 കഴിഞ്ഞ് 2 0 നേരത്തെ പഠിച്ച പോലെ. പ്ലസ് ഇത് 1024 പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം വന്നിട്ടുണ്ട്, സോ ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് 4 0 1 2 3 4 0. ഓക്കെ ആണേ? അതെ. അപ്പോൾ ഇതിനെ നമ്മൾ ഇപ്പം റൂട്ട് a/b എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് a/b എന്ന് പറയുമ്പോൾ എയുടെയും റൂട്ട് എടുക്കണം, ബിൻ്റെയും റൂട്ട് എടുക്കണം. സോ 1024 റൂട്ട് എത്ര? 32/1. സോറി, ഇവിടെ റൂട്ട് വേണ്ട, ഇവിടെ നമുക്ക് റൂട്ടിൻ്റെ ആവശ്യമില്ല. ഓക്കെ, റൂട്ടിൻ്റെ ആവശ്യമില്ലാതെ എഴുതിയാൽ മതി. അപ്പം 32/1. 1024 റൂട്ട് 32, 1ൻ്റെ റൂട്ട് 1. ഇനി ഇവിടെ നോക്കിക്കേ, 1024 റൂട്ട് 32, 100ൻ്റെ റൂട്ട് 10. ഇവിടെ ഈക്വൽ അല്ല, ഇവിടെ ഈക്വൽ അല്ല, പ്ലസ് ആണ് വരേണ്ടത് അല്ലേ? പ്ലസ്. ഓക്കെ, സോ ഇവിടെ 1024 റൂട്ട് 32, 10,000ൻ്റെ റൂട്ട് 100, 100 × 100 അല്ലേ 10,000. ഓക്കെ, ഇനി ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ എത്ര? 32/1 32, 32/10 3.2, 32/100, സോ 100 ഒരു താഴെ 2 0, അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരണം, അപ്പോൾ 0.32. സോ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 32 അതുപോലെ 3.2 അതേപോലെ 0.32 ആഡ് ചെയ്യുമ്പം ഇങ്ങനെ വേണം ആഡ് ചെയ്യാനായിട്ട്. സോ ഇവിടെ 2 3 2 5 3 2 5 3 അതേപോലെ. സോ 35.52 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 35.52 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒന്നുമില്ല, വെറുതെ കൂട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വെറുതെ കൂട്ടാൻ മാത്രമല്ല, ഒരെണ്ണം നമ്മൾ മൈനസ് ചെയ്യാനുണ്ട്. സോ അതിനെ അങ്ങ് മാറ്റി നിർത്തുക, ബാക്കി എല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ ഏതൊക്കെയാണ്? സോ വലിയ സംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ, വലിയ സംഖ്യ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ വേണം എഴുതി പോട്ടെ. വലിയ സംഖ്യ എടുക്കുന്നില്ല, ഓർഡറിൽ തന്നെ ഞാൻ എഴുതി കൂട്ടി കാണിച്ചു തരാം. 6 ചുമ്മാ 0 എന്ന് ഇടുക. അടുത്ത എത്ര? 66. അപ്പോൾ 6 6 ഇങ്ങനെ എഴുതുക, 0.6. ഓക്കെ, ഇനി എന്താ? 666 6 6 6 0 ആണേ. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുക ആണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു 0 കൊടുക്കുക, ഒരു ഭംഗിക്ക്. എക്സ്ട്രാ എത്ര 0 വേണേലും കൊടുക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും മക്കളെ? 60 എന്ന് തന്നെ കിട്ടും. ഇവിടെ നോക്കിക്കേ, 6 3 പ്രാവശ്യം 18 അല്ലേ? 6 2 പ്രാവശ്യം 12. ഇവിടുത്തെ ശിഷ്ടം ഒന്നുകൂടെ കൂട്ടുമ്പോൾ 13 അല്ലേ? പിന്നെ 6ൻ്റെ കൂടെ ശിഷ്ടം ഒന്നുകൂടെ കൂട്ടുമ്പോൾ 738. ഓക്കെ, നമുക്ക് എത്ര കിട്ടി? 738.6 കിട്ടി. അതിന് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഈ 6.66 സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? 6.66 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടുന്ന് 4, ഇവിടെ നമുക്ക് 9,
ഇവിടെ നമുക്ക് 1, 3, 7. സോ 731.94 എന്ന് കിട്ടും. ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഓർഡർ നോക്കി ചുമ്മാതെ ഇപ്പം ഇപ്പോൾ ഇങ്ങനെ 666, 6, 66 ഇങ്ങനെ എഴുതി കൂട്ടരുത്, അത് തെറ്റാണ്. നമ്മളെപ്പോഴും ഈ റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് എഴുതി വേണം കൂട്ടാനായിട്ട് കേട്ടോ. കാരണം ഇപ്പം നമ്മൾ വെറുതെ 6 എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം 0 എന്നാണ്. അപ്പം 66ഉം 6 കൂടെ കൂട്ടാൻ പറഞ്ഞാൽ 66 + 6 ഇങ്ങനെ എഴുതി വേണം നമ്മൾ കൂട്ടാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് മാറ്റി 6 എന്ന് എഴുതി വെക്കരുത്. അങ്ങനെ മനസ്സിലായോ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ, 1, 10, 100 എന്നൊക്കെ, ആ കോൺസെപ്റ്റാണ് അവിടെ കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പം SSC GDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ക്ലാസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം ബേസ് ടോപ്പിക്കുകളെല്ലാം തന്നെ ഇതിലൂടെ നമ്മൾ പറയാം. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സിലൂടെ, അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ഇതിൻ്റെ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വരാം. സോ നമുക്കിനി വീണ്ടും കാണാം.